നമസ്കാരം, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ കുറച്ച് ചുരിദാർ മെറ്റീരിയലാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇതെല്ലാം ഡെയിലി യൂസിന് പറ്റിയ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ചെറിയ ഹാൻഡ് വർക്കോട് കൂടിയ മെറ്റീരിയലാണ്. എല്ലാം നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കണ്ടു നോക്കാം. അപ്പോൾ ആദ്യത്തേത് ഒരു മസ്റ്റർഡ് യെല്ലോ കളറാണ്. ഇതാണ് അതിൻ്റെ ടോപ്പിനുള്ള മെറ്റീരിയൽ. ഇത് മെറ്റീരിയൽ റയോൺ ആണ്. നല്ല സൂപ്പർ ക്വാളിറ്റി റയോൺ ആണ്. ഫ്രണ്ടിൽ ഇതേപോലെ ഒരു പാച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. ബോട്ടത്തിന് മാച്ചായിട്ടുള്ള ഡിസൈൻ മെറ്റീരിയൽ വെച്ച് അതിൽ ഹാൻഡ് എംബ്രോയ്ഡറി ആണ്. ഇവിടെയെല്ലാം ഹാൻഡ് എംബ്രോയ്ഡറി സ്റ്റിച്ചസ് ആണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ മിറർ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഫ്രണ്ട് വരുന്നത്, ഫ്രണ്ടിലെ ഡിസൈൻ വരുന്നത്. ബാക്ക് സൈഡ് ഇതേപോലെ പ്ലെയിൻ ആയിരിക്കും. ചെറിയ ഒരു ഡിസൈൻ ഇതിലുണ്ട്. ടോപ്പിൻ്റെ മെറ്റീരിയൽ 2.25 മീറ്ററാണ്. ഒരു 42-43 ഇഞ്ച് വരെയൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. ഇതാണിതിൻ്റെ ബോട്ടം വരുന്നത്. ബോട്ടവും സെയിം ക്ലോത്ത് തന്നെ, റയോണിൽ തന്നെയാണ് ബോട്ടവും വരുന്നത്. ബോട്ടം 2.5 മീറ്റർ ഉണ്ട്. ഇതേപോലെ ചെറിയ ഡിസൈനെയും ടോപ്പിൻ്റെ ഫ്രണ്ടിലുള്ള അതേ ഡിസൈൻ തന്നെയാണ് ബോട്ടത്തിൽ വരുന്നത്. ഇതാണ് ഇതിൻ്റെ ദുപ്പട്ട വരുന്നത്. ദുപ്പട്ടയും നല്ല നീളവും വീതിയുള്ള മെറ്റീരിയൽ തന്നെയാണ്. ദുപ്പട്ടയിലും യൂസ് ചെയ്തിരിക്കുന്നത് റയോൺ ആണ്. നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് ദുപ്പട്ടയുടേത്. സൈഡിലായിട്ട് ഇടുന്ന ദുപ്പട്ട ഇടുന്നവർക്കും ഇത് നല്ല കംഫർട്ടബിൾ ആയിരിക്കും. അത്രയ്ക്ക് നീളവും വീതിയുമുണ്ട് ദുപ്പട്ടയ്ക്ക്. നല്ല വീതിയുള്ള ദുപ്പട്ടയാണ്. ഇതാണ് ആദ്യത്തെ സെറ്റ്, ടോപ്പ്, ബോട്ടം, ദുപ്പട്ട. അടുത്ത കളറ് ഒരു ഗ്രീനാണ്. ഗ്രീനിൻ്റെ ഒരു കുറച്ച് ഡാർക്കായിട്ടുള്ള ഒരു ഗ്രീൻ കളർ. ഇതാണ് ടോപ്പിൻ്റെ മെറ്റീരിയൽ. ഇതും അതേപോലെ തന്നെ ഹാൻഡ് വർക്കൊക്കെ ചെയ്ത് മിറർ വർക്കും ചെറിയ ഹാൻഡ് എംബ്രോയ്ഡറി ഒക്കെ ചെയ്തിട്ടുണ്ട്. ഈ ഫ്ലവറിൻ്റെ സെൻറ്ററിലായിട്ട് ചെറിയ ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്തിട്ടുണ്ട്. അതേപോലെ ചെറിയ ഫ്രഞ്ച് നോട്ടൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട്. രണ്ട് സൈഡിലും സെൻറ്ററിലായിട്ട് മിറർ വെച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് ഫ്രണ്ടിലാണ് ഈ പാച്ച് വരുന്നത്. ഇതും 2.25 മീറ്ററാണ് ടോപ്പിൻ്റെ ലെങ്ത്. അത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന ഒരു 43 ഇഞ്ച് ലെങ്ത് വരെയൊക്കെ സ്റ്റിച്ച് ചെയ്യാം ടോപ്പ്. അതിലും കൂടുതൽ ലെങ്ത് വേണ്ടിയവർക്ക് താഴെയായിട്ട് ബോട്ടത്തിൻ്റെ ടോപ്പിൻ്റെ സൈഡിൽ തന്നെ മെറ്റീരിയൽ അവൈലബിൾ ആണ്. നല്ല 44 ഇഞ്ച് വിട്ടുള്ള മെറ്റീരിയലാണ്. അപ്പോൾ സൈഡിൽ നിന്നും മെറ്റീരിയൽ കുറച്ച് കട്ട് ചെയ്ത് സ്വന്തമായിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ അത് അറിയാൻ പറ്റും. താഴെ ഒരു പാച്ച് വർക്ക് പോലെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ലെങ്ത് കൂട്ടിയെടുക്കാം. അല്ലെങ്കിൽ ബോട്ടത്തിൻ്റെ പീസ് വെച്ച് വേണമെങ്കിലും ചെയ്യാം. അതല്ലെങ്കിൽ സെയിം ക്ലോത്ത് തന്നെ യൂസ് ചെയ്ത് ലെങ്ത് കൂട്ടാം. സ്റ്റിച്ച് ചെയ്യുന്ന ആൾക്കാരുടെ ഐഡിയ അനുസരിച്ച് ചെയ്തെടുക്കാൻ പറ്റും. ഇതാണ് ടോപ്പ്. കറക്റ്റ് കളർ കിട്ടുന്നുണ്ടോ എന്ന് മനസ്സിലാവുന്നില്ല. ഒരു പച്ചയുടെ ഒരു ഷെയ്ഡാണ്. ഗ്രീനിൻ്റെ ഒരു ചാണകപ്പച്ച എന്നൊക്കെ പറയുന്ന പോലുള്ള ഒരു കളറാണ്. ഇതാണ് അതിൻ്റെ ബോട്ടം വരുന്നത്. ബോട്ടം 2.5 മീറ്ററാണ് കട്ട്. 2.5 മീറ്റർ ഉണ്ട് ബോട്ടത്തിൻ്റെ ക്ലോത്ത്. അതും സെയിം ക്ലോത്ത് തന്നെയാണ്. നല്ല തൊട്ട് ഫീൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റയോണാണ്. ഫസ്റ്റ് കാണിച്ച അതേ ലെങ്തും വിട്ടും അതേപോലെ തന്നെയാണ്. കളറിൽ മാത്രമേ ഡിഫറൻസ് ഉള്ളൂ. സൈഡിൽ ദുപ്പട്ടയുടെ സെൻറ്റർ ഇതേപോലത്തെ ഡിസൈൻ ആയിരിക്കും. ബോട്ടത്തിൻ്റെ അതേ ഡിസൈൻ. സൈഡിലായിട്ട് ടോപ്പിലുള്ള പാച്ച് വർക്കിൻ്റെ ബോർഡറാണ് ചെയ്തിട്ടുള്ളത്. രണ്ട് സൈഡിലും അതേപോലെ ഡിസൈൻ ഉണ്ടാവും. 2.25 മീറ്റർ ലെങ്ത് ഉണ്ട്. ദുപ്പട്ടയും വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു ക്ലോത്താണ്. ഇങ്ങനെ പിടിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. സോഫ്റ്റ് റയോൺ ആണ് ദുപ്പട്ടയും. ഇതാണ് രണ്ടാമത്തെ കളർ. സെക്കൻഡ് കളർ ഇതാണ്. ടോപ്പ്, ബോട്ടം, ദുപ്പട്ട. മൂന്നാമത്തെ കളറ് ഒരു മെറൂൺ കളറാണ്. നല്ലൊരു മെറൂൺ ഷെയ്ഡാണ് ടോപ്പ്. ഇതാണ് ടോപ്പിൻ്റെ മെറ്റീരിയൽ. ഇതിലൊരു റെഡിഷ് ആയിട്ട് തോന്നുന്നു. കുറച്ചുകൂടെ ഡാർക്ക് നല്ല മെറൂണാണ്. കറക്റ്റ് കളറ് ക്യാമറയിൽ കറക്റ്റ് കളറല്ല കിട്ടുന്നത്. ഒരു റെഡിഷ് ആയിട്ടാണ് ക്യാമറയിൽ കാണുന്നത്. കുറച്ചുകൂടെ നല്ല ഡാർക്ക് മെറൂണാണ്. ഇതിലും അതേപോലെ തന്നെ ഹാൻഡ് വർക്കും മിറർ വർക്കും
ചെയ്തിരിക്കുകയാണ്. ഫ്രണ്ടിൽ ഒരു പാച്ച് സ്റ്റിച്ച് ചെയ്തിരിക്കുകയാണ്. ഫ്രണ്ടിൽ നല്ല ലെങ്തിലാണ് പാച്ച് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. താഴെ മടക്കി ഇവിടെ ഫോൾഡ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ തൊട്ടേ പാച്ചിൻ്റെ സ്റ്റാർട്ടിംഗ് ആണ്. ഇവിടെ നിന്നാണ് നമ്മൾ നെക്ക് കട്ട് ചെയ്യേണ്ടത്. ഇങ്ങനെയാണ് ഫ്രണ്ട് വശം. മെറ്റീരിയൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. ഇതിൻ്റെ ബോട്ടം വരുന്നത് ഇതാണ്. സെയിം ടോപ്പിൽ വെച്ചിരിക്കുന്ന അതേ പാച്ചാണ്. ഇവിടെ പാച്ച് വെച്ചിരിക്കുന്ന അതേ ഡിസൈനാണ് ബോട്ടത്തിന്. ഈ ക്ലോത്തിൻ്റെ സൈഡ് നോക്കിയാൽ മനസ്സിലാകും ഇത് ഒറിജിനൽ റയോൺ ക്ലോത്തിന്, നല്ല ക്വാളിറ്റിയുള്ള റയോൺ ക്ലോത്തിൻ്റെ എല്ലാം ഈ തേര് വശം ഇതേപോലെ ആയിരിക്കും ഉണ്ടാവുക. ഇതാണ് ബോട്ടം. 2.5 മീറ്റർ ഉണ്ട്. അതേപോലെ ദുപ്പട്ടയും മുമ്പ് കാണിച്ച അതേ ലെങ്തും വിഡ്ത്തും സെയിം ആണ്. കളറിൽ മാത്രമേ ഉള്ളൂ ഡിഫറൻസ്. ഇങ്ങനെയാണ് ദുപ്പട്ട വരുന്നത്. മൂന്നാമത്തെ സെറ്റ് ഇതാണ്. ഇത് ടോപ്പ്, ബോട്ടം, ദുപ്പട്ട. ഇതാണ് ലാസ്റ്റ് 4ാമത്തെ സെറ്റ്. ഇതിൻ്റെ കളറ് ഒരു ഗ്രേയും ബ്ലൂവും കൂടെ ചേർന്നിട്ടുള്ള ഒരു കളറാണ്. എനിക്ക് കറക്റ്റ് ഇതിൻ്റെ കളറിൻ്റെ പേരറിയില്ല. ഇങ്ങനെ ഒരു കളറാണ്. ഈ ക്യാമറയിൽ കാണുന്ന ഇതേ കളർ തന്നെയാണ്. ഇത് നേരിട്ട് കണ്ടാലും ഈ ഒരു കളറിൽ വരും. ഇതേപോലെ തന്നെ ഇതിൻ്റെയും ഫ്രണ്ടിൽ ചെറിയ ഫ്രഞ്ച് നോട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ സെൻറ്ററിലെ മിററുണ്ട്. ഇവിടെ ഇങ്ങനെ ചെറിയ ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെയും മിറർ വെച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ ടോപ്പ് വരുന്നത്. ഇതാണ് ബോട്ടം. ബോട്ടത്തിൻ്റെ ക്ലോത്ത് സെയിം റയോൺ തന്നെ, ക്രീം കളറിലെ ക്ലോത്താണ് ബോട്ടത്തിന്. ഇത് 2.5 മീറ്ററാണ്. ഇതാണ് ദുപ്പട്ട. ദുപ്പട്ട ഇതേപോലെ തന്നെ സെയിം നല്ല വീതി നീളമുള്ള ദുപ്പട്ടയാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റയോൺ തന്നെയാണ് ദുപ്പട്ടയും. 4ാമത്തെ കളർ ഇതാണ്. ടോപ്പ്, ബോട്ടം, ദുപ്പട്ട. ഇന്ന് കാണിച്ചിരിക്കുന്ന ഈ മെറ്റീരിയലുകളുടെ എല്ലാം പ്രൈസ് 690 റുപ്പീസാണ്. ഫ്രീ ഷിപ്പിങ്ങിൽ 690 റുപ്പീസാണ് മെറ്റീരിയലിൻ്റെ പ്രൈസ്. 690 റുപ്പീസിൽ ഇത്രയും നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഇത്രയും നല്ല ക്വാളിറ്റിയുള്ള റയോൺ മെറ്റീരിയൽ കിട്ടുന്നത് വളരെ റെയറായിട്ടായിരിക്കും. ചെറിയൊരു പാർട്ടിക്കൊക്കെ ഇട്ടുകൊണ്ട് പോകാനുള്ള പകിട്ടുണ്ട് ഇതിന്. ഇതിൽ വർക്കും ഹാൻഡ് എംബ്രോയ്ഡറിയും അതേപോലെ മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ്. ഞാൻ കൊറിയർ ചെയ്യുന്നത് ഇന്ത്യ പോസ്റ്റ് ത്രൂ ആണ്. നിങ്ങൾക്ക് ഇതിലേതെങ്കിലും മെറ്റീരിയൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ സെൻഡ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഈ മെറ്റീരിയലൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ ഒന്ന് ഷെയർ ചെയ്യുക. അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.